മറ്റൊന്ന് നെസ്ലിൻ. 3 ഡോക്ടർമാരാണ് അന്ന് ഈ കോവിഡിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് അവർക്കായിരുന്നു ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരുന്നത്. അവരായിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അതിലൊരു ഡോക്ടർ നെസ്ലിൻ സ്വല്പം അഗ്രസീവായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ അവർ ഓപ്പണായിട്ട്, അഗ്രസീവ് അല്ല, ഓപ്പണായിട്ട് പറയുന്നൊരു ഡോക്ടറാണ്. എന്നോട് പറഞ്ഞു, അനീഷ്, ഇനി വീട്ടിലോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് കോവിഡ്, ഈ വൈറസ് എൻ്റെ മേൽ വന്നു എന്ന് അവർ പറഞ്ഞു. അവർ പറയാൻ കാരണം 22 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു, 22 പ്രാവശ്യവും അത് പോസിറ്റീവായിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ ഒരു നിഗമനത്തിൽ വന്നത്. ആ സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ടെസ്റ്റ് ചെയ്ത ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് ഇങ്ങനെ ഇപ്പം അതിൻ്റെ ഗൗരവമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ടൊരു പക്ഷേ നമുക്കറിയാം അവർ പറഞ്ഞ എന്തായിരിക്കും എന്നൊക്കെ. അന്ന് പക്ഷേ ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിത്തീരും എന്നുള്ളൊരു ആശങ്ക നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. വൈഫിനോടൊക്കെ പറഞ്ഞിരുന്നു, മരിച്ചു പോകും, പുള്ളിക്കാരൻ വരാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു. എന്നോടും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സ്വമേധയായിട്ട് മരിക്കുമോ അതോ നിങ്ങൾ കൊല്ലുമോ? നിങ്ങൾ കൊല്ലത്തില്ല. അങ്ങനെ ഞാൻ ചോദിച്ചത്, അവർക്കതിനെ പറ്റും. മെഡിക്കൽ ബോർഡെന്ന് പറയുന്നൊരു ബോർഡാണ് തീരുമാനിക്കുന്നത്. മെഡിക്കൽ ബോർഡെന്ന് പറയുന്നത്, ഞാനോർത്ത് ഒത്തിരി പേര് കാണുമെന്ന്. ഒത്തിരി പേരൊന്നുമില്ല. മെഡിക്കൽ ബോർഡിനകത്ത് ആകെ 4 പേരേ ഉള്ളൂ. ഒന്ന് DMO, ബാക്കി 3 ഡോക്ടർമാരും. അപ്പോൾ അവർ 4 പേരോട് എടുക്കുന്ന ഡിസിഷൻ എന്തോ ആ ഡിസിഷനാണ് അവിടെ നടക്കുന്നത്. ആ ഡിസിഷൻ, അവർ പറയുന്ന ഡിസിഷൻ നടക്കും. അവർ കൊടുക്കുന്ന വാർത്തയെ മനോരമയെ വരത്തുള്ളൂ. അപ്പോൾ അവർ 4 പേര് ഒരുമിച്ച് തീരുമാനിക്കുവാണെങ്കിൽ ഒരു പക്ഷേ നമ്മളെ അവർക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഡെത്ത് സംഭവിക്കാം. ഞാൻ ചോദിച്ചത്, രണ്ടും ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. കോവിഡ് കെയർ സെൻ്ററുണ്ട്, തനിയെ പാർക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടാക്കും. നിങ്ങളുടെ ഒരു പ്രശ്നം, എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ക്യാരിയറാണ്. കോവിഡ് എനിക്കുണ്ട്, എനിക്ക് പ്രശ്നം ഉണ്ടാക്കത്തില്ല. പക്ഷേ ആ കോവിഡ് ഞാൻ പോകുന്നിടത്ത് മൊത്തം എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. ഇപ്പം കോവിഡ് നീ കാരിയർ ആയതുകൊണ്ട് നീ സമൂഹത്തിന് ഭീഷണിയാണ്. അതൊരു ചെറിയ കാര്യമല്ല, സമൂഹത്തിന് ഭീഷണിയാണ്. നിന്നെ പുറത്ത് വിട്ടാൽ സമൂഹത്തിന് നീ ഭീഷണിയാണ്. അന്യർക്ക് നീ കോവിഡ് കൊടുക്കും. അപ്പോൾ എന്നെ അവർ വളരെ കെയറായിട്ട് സൂക്ഷിച്ചേ പറ്റത്തുള്ളതായിരുന്നു അന്നത്തെ സാഹചര്യം. എന്നാൽ കർത്താവ് കാത്തു. അവിടുന്ന് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് കർത്താവിനെ കൊണ്ടുവന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു വാർത്ത വന്നു, ഇങ്ങനെ ഇത്രയും ദിവസമായിട്ട് സൗഖ്യമാകാതെ കിടക്കുന്നൊരു പേഷ്യൻ്റ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അന്ന് ഫേമസ് ആയിരുന്നു. ഒരാൾ അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. മെഡിക്കൽ ബോർഡ് തീരുമാനിക്കുന്ന ആ ദിവസം ലിജു ഞങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം വിളിച്ചു. ഒരു രാത്രി പ്രാർത്ഥിച്ചു, 10 മണി തൊട്ട് 12 വരെ. അതുവരെയും പ്രാർത്ഥനയാണെങ്കിലും അന്ന് എന്തോ ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ് അവിടെ മേൽ വന്നു. അവൾ പറഞ്ഞു, മെഡിക്കൽ ബോർഡിന് മേളിൽ മറ്റൊരു ബോർഡുണ്ടല്ലോ. അപ്പം അങ്ങനെ വീട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് 10 മണി മുതൽ 12 വരെ പ്രാർത്ഥിച്ചു. അന്ന് സമാധാനമായിട്ട്. കെവിനല്ലയോ സ്തോത്രം, പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വിശ്രമിക്കുമ്പോൾ അവർ വന്നു, രാവിലെ നോക്ക് ചെയ്തു. എൻ്റെ മൂത്ത സിസ്റ്ററോട് ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്നു. ഡോക്ടറിൻ്റെ പുറകിൽ കുറച്ച് പേരിങ്ങനെ നേഴ്സസ് ഇങ്ങനെ ക്യാമറയും കൊണ്ട് വരുന്നുണ്ട്. ക്യാമറ മീൻസ് മൊബൈൽ ക്യാമറയും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്നെ അറിയിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആക്ഷൻ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തുണ്ടായാലും അവരുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ എടുക്കാമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഫോണിൽ എൻ്റെ സിസ്റ്ററുണ്ട്. ഇവരെന്നോട് ചോദിക്കുന്നു, എൻ്റെ ദേഹത്ത് തൊടുന്നു. അങ്ങനെ 45 ദിവസങ്ങൾ തൊട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ദേഹത്ത് തൊടുന്നു, പുറം വേദനയുണ്ടോ, നടുവേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. എനിവേ അതൊന്നുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരെന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയില്ല ഞാൻ നിന്നത്. അനീഷിനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ പറഞ്ഞു. ആ കാര്യം മറ്റൊന്നുമല്ല, ഇന്ന് ഡിസ്ചാർജാന്ന് പറഞ്ഞു. സ്തോത്രം. അത് അപ്പം അതിനൊക്കെ ഒരു ഭയങ്കര, ഈ പറഞ്ഞ പോലെ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ സസ്പെൻസിക്കനിട്ടാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ചത്തുപോകുന്നുള്ള ചിന്തയായിരുന്നു അത് കേൾക്കുമ്പോൾ. പക്ഷേ അത് വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെ അത് പുറത്തു വരാൻ കർത്താവ് സഹായിച്ചു, ഒത്തിരി പേരുടെ പ്രാർത്ഥനയാൽ. അപ്പം ഞാൻ പറയായിരുന്നു, അവിടെ വെച്ച് ഒരുപക്ഷെ പോയിരുന്നെങ്കിൽ എനിക്ക് യോഗത്തിൽ വരാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ജിമ്മച്ചാനോട് അല്ലെങ്കിൽ ഈ സഭയിലൊന്നും വീണ്ടും വരാൻ പറ്റത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. റിജോയ്സിൽ വരുന്നത് എന്നും എനിക്ക് മനസ്സിൽ സന്തോഷമാണ്. ഞാനത് ഭംഗിവാക്ക് പറയുന്നതല്ല. കെവിൻ്റെ പേര് എൻ്റെ മനസ്സിലെന്നും കിടക്കും, എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അതിനൊരു റീസൺ കൂടെ ഉണ്ട്. കെവിൻ പൈലറ്റാണെന്ന് മനസ്സിലാക്കിയത് MRI എന്ന് പറയുന്നൊരു ഹോട്ടലിൽ കഴിക്കാൻ കൊണ്ടുപോയപ്പോഴാണ്. ഞാൻ തന്നെ കഴിക്കാൻ കൊണ്ടുപോയപ്പോഴും അച്ഛനും മാമയും കെവിനും ഉണ്ടായിരുന്നു, ഇളയ ബ്രദറില്ലായിരുന്നു. എനിക്ക് ആവശ്യമായ ഫോട്ടോ ഒക്കെ ഇങ്ങനെ തന്നിട്ട് ഇത് ഓക്കെയാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ കഴിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇവന് പൈലറ്റാണ്, ഖത്തർ എയർവേസുകാർ തന്നെ പഠിപ്പിച്ചു, ഖത്തർ എയർവേസിൻ്റെ പൈലറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൺവെൻഷനിൽ 18-ലാണെന്ന് തോന്നുന്നു, ആ കൺവെൻഷനിൽ കർത്തൃമേശ ഉണ്ടായിരുന്നു. ഞാനും പ്രസാദ് ഭാസ്കുമാർ വന്ന് കർത്തൃമേശ നടത്തിയത് ഞാനായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന കർത്തൃമേശ കൂടാനുണ്ടായിരുന്നു. കർത്തൃമേശയ്ക്ക് ശേഷമാണ് അറിഞ്ഞത് അന്ന് അദ്ദേഹത്തിന് യോർദാനിൽ ഫ്ലൈ ചെയ്ത് പോകണമായിരുന്നു. എന്നാൽ കർത്തൃമേശ കൂടാൻ വേണ്ടി ആ ട്രിപ്പ് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ക്യാൻസൽ ചെയ്തിട്ട് വേറെ പൈലറ്റുമാർ പോയിട്ടുണ്ടാവും. അദ്ദേഹം അതൊഴിവായി വന്നു കർത്തൃമേശ കൂടി. ഇപ്പോൾ കർത്തൃമേശയ്ക്ക് അയാൾ കൊടുത്ത വാല്യൂ ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്.
തൻ്റെ ഒരു ട്രിപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഈ കൊച്ചു പ്രായത്തിൽ, വലിയ പ്രായമൊന്നുമില്ല, ഇന്നത്തേക്കും 6 വയസ്സ് ബാക്കിലാണ്. ഇന്നിപ്പോൾ 25 ആയില്ലയോ, 18 ഞാൻ വന്നത്. അപ്പോൾ ഏകദേശം 7 വർഷം ബാക്കിലാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു 27 കാണുമോ, ഉത്തരവുണ്ട് 27 അല്ലേ, 28. ഇപ്പോൾ 21 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ 21 വയസ്സുള്ള സമയത്ത് ഒരു ട്രിപ്പ് മുടക്കി കർത്തൃമേശയിൽ കൂടുക എന്ന് പറയുന്നത് അത്ര ഈസി ചെറിയൊരു കാര്യമല്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും, സാറിനറിയാം, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഒത്തിരി സന്തോഷം. നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളെ ഓർക്കുന്നതിലും ഞങ്ങളെ സ്നേഹിക്കുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. അജിത് ബ്രദറും മാൻസി സിസ്റ്ററും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഹൈ റേഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവരെനിക്ക് സഹായമായിരുന്നു. അതുപോലെ ചിക്കു, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ചിക്കു 18 മുതൽ ചില വർഷങ്ങൾ എന്നെ എവരി മന്ത് സഹായിച്ചിട്ടുണ്ട്. സണിച്ചൻ അറിയുന്നത് എനിക്കറിയത്തില്ല. സ്തോത്രം. അങ്ങനെ അറിഞ്ഞോ അറിയാതെയൊക്കെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ സഹായമായിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ എബി സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും എനിക്ക് തന്ന സമയത്ത് ഒരു കൊച്ചു ചിന്ത പറഞ്ഞിട്ട് ഞാനിരിക്കാം. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന പ്രസംഗത്തിന് വേണ്ടി വായിക്കാൻ പോകുന്ന ബൈബിൾ വാക്യം ദ ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിൻ്റെ ലേഖനാണ്. അതിൻ്റെ ലാസ്റ്റത്തെ അധ്യായം, 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും. അത് രണ്ടിൽ കൊടുത്തിരിക്കുന്ന 2 വേർഡുകളാണ് പറയാനായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായമാണ് അതിൻ്റെ ലാസ്റ്റ് അധ്യായം. അതിൻ്റെ 2 വാക്യങ്ങൾ, ഒന്ന് 15-ാമത്തെ വാക്യവും മറ്റൊന്ന് 17-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന മതി. ഒന്ന്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഇനി 16-ന്റെ സെക്കൻഡ് പോർഷൻ വായിക്കാമോ? 16-ന്റെ സെക്കൻഡ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. മതി. 2 പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ പ്രാർത്ഥന, വിശ്വാസം എന്നൊക്കെ പറയുന്ന പ്രസംഗങ്ങൾ പെന്തിക്കോസ്തിനകത്ത് ABCD പോലെ കൊച്ചു പ്രസംഗം കേട്ട് മടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. എപ്പോഴും ന്യൂ തോട്ട് കേൾക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. പുതിയ തോട്ട്, കേട്ടിട്ടില്ലാത്ത, പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന സബ്ജക്റ്റുകളായതുകൊണ്ട് ഒരു പക്ഷേ ഒരു കോൺസെൻട്രേഷൻ ആ തലത്തിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് ബോധ്യമായ ചില ചിന്തകൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തോലനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിന് കാരണമുണ്ട്. ആ മനുഷ്യൻ പ്രവർത്തികളുടെ അപ്പോസ്തോലൻ എന്നാണ് പറയുന്നത്. പ്രവർത്തികളുടെ അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം പറയണമെങ്കിൽ പറയുന്നതിന് മുമ്പ് അദ്ദേഹം അത് ചെയ്ത് കാണിക്കും. സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം സ്നേഹിക്കുന്നതാണ്. കൊടുക്കുക എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രബന്ധം ഉണ്ടാക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം കൊടുക്കുന്നതാണ്. അപ്പം എന്ത് പറയുന്നോ, പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിയിൽ കൊണ്ടുവരുന്ന പ്രവർത്തികളുടെ ഒരു അപ്പോസ്തലനാണ് യാക്കോബ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനോട് സ്വാധീനിക്കും. നല്ലൊരു മനുഷ്യൻ മാത്രമല്ല, ഗൗരവമായ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം ഇതാണ്: ഒരു മനുഷ്യൻ്റെ വാക്ക് നന്നാകണമെങ്കിൽ ആ മനുഷ്യൻ്റെ നാക്ക് നന്നാകണം എന്ന് പഠിപ്പിച്ച ആളാണ്. മനസ്സിലാകുന്നുണ്ടോ? ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ പ്രശ്നമല്ല, അവരുടെ നാക്ക് എന്തല്ല. ചില ആൾക്കാർ പെട്ടെന്ന് വഴക്കുണ്ടാക്കും. അവരുടെ പ്രോബ്ലം അല്ല, നാക്ക് എന്തല്ല. അപ്പം വാക്ക് നന്നാകണമെങ്കിൽ എന്ത് നന്നാവണം? ഇത് നന്നായാൽ എപ്പോഴും എന്തേ വരൂ? നല്ലതേ വരും. അപ്പം മറ്റുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ മാറ്റം ഉണ്ടാക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദൈവമേ എൻ്റെ നാക്ക് നീ എന്ത് ചെയ്യണമേ, ഇത് ക്ലിയർ ആണെങ്കിൽ ബാക്കി ഓക്കെ. ഒന്ന്, രക്ഷാകരമായ പ്രയർ. ലിസൺ, രക്ഷാകരമായ പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കണം. അപ്പോൾ അതിന് ഞാൻ ഇട്ടേക്കുന്ന പേരിങ്ങനാണ് രക്ഷാകരമായ പ്രയർ. അപ്പം അതിൻ്റെ ബേസ് ഫെയ്ത്താണ്. ഓക്കെ, രക്ഷാകരമായ പ്രാർത്ഥന, വിടുതൽ കിട്ടുന്ന പ്രാർത്ഥന, സൗഖ്യം കിട്ടുന്ന പ്രാർത്ഥന, ജയം കിട്ടുന്ന പ്രയർ, അതിൻ്റെയൊക്കെ ബേസ് ഫെയ്ത്താണ്, വിശ്വാസം. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ നമുക്ക് ബൈബിളിനകത്തുണ്ട്. 3.5 കൊല്ലം കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നിന്ന് മാറുമ്പോൾ ആവശ്യപ്പെട്ട 2 കാര്യമാണ്. ഒന്ന്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. 2, ഞങ്ങളുടെ വിശ്വാസം അതെന്തായിരിക്കും? അത് ചോദിക്കാൻ കാരണം എപ്പോഴും കൂടെ നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ആരാന്ന് എന്ത് ചെയ്യൂ അറിയും. ഞാൻ എപ്പോഴും പറയും, എൻ്റെ പ്രസംഗത്തിന് ലിജു ആമേൻ പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ പ്രസംഗത്തിന് ലിജു ആമേൻ പറയുന്നെങ്കിൽ ഞാൻ സക്സസ് ആണ്. കാരണം 17 വർഷമായിട്ട് ഞാൻ ലിജുവിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? താമസിക്കും. അപ്പം ലിജുവിന് ഞാൻ ആരാന്നറിയാം, എൻ്റെ ലൈഫ് അറിയാം, എൻ്റെ പ്രയർ അറിയാം,
എൻ്റെ സ്പിരിച്വാലിറ്റി അറിയാം, എൻ്റെ വീക്ക്നെസ് അറിയാം, എല്ലാം ലിജുവിനറിയാം. അപ്പൊ ആ ലിജു എൻ്റെ പ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനും ആമേൻ 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 എന്ന് ജെനുവിനായിട്ട് പറഞ്ഞാൽ ഞാൻ സക്സസ് അല്ലേ? ആന്നു സ്തോത്രം. എന്നതുപോലെ കാരണം കൂടെ നടക്കുമ്പോൾ കൂടെ നടക്കുന്ന മനുഷ്യന്റെ സകല നേച്ചർ നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കും. യേശുവിന്റെ കൂടെ 3.5 കൊല്ലം നടന്ന ശിഷ്യന്മാർ കർത്താവ് നോക്കിയ കർത്താവിന് ഒരു ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനും പച്ചവെള്ളം വീഞ്ഞാക്കുന്നു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, കുരുടനെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഭയങ്കര മേജർ മിറക്കിൾസ്. ഈ മേജർ മിറക്കിൾസ് നടക്കുന്നത് എന്താണെന്ന് അവരിങ്ങനെ അവരുടെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ, വ്യക്തിപരമായ അവരുടെ ആ ശ്രദ്ധയിൽ അവർക്ക് മനസ്സിലായി. ഗിമ്മിക്കൊന്നുമില്ല. കയ്യിൽ നിന്ന് ഇങ്ങനെ അന്തരീക്ഷത്തിന് എന്തോ കുരിശ് പിടിക്കുക, അങ്ങനെ ഗിമ്മിക്കൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? ഇത് എന്തോ സംഭവം, ഇതെന്തോ അവര് 5 അപ്പം കയ്യിൽ വെച്ചിട്ട് 5000 പേരോട് ഇരിക്കാൻ പറയുക, പന്തിയായിട്ട് ഇരുത്ത് എന്ന് പറയുമ്പോൾ അവർ ഇരുത്തുകയാണ്. അപ്പൊ ആ ഇരുത്താൻ പറയുന്ന സമയത്ത് യേശുവിന്റെ ഫേസിലോട്ട് നോക്കുമ്പോൾ ആ ഫേസിനകത്തുള്ള ഒരു കോൺഫിഡൻസ്, ഇപ്പൊ നമുക്ക് ഈ സഹോദരിമാർക്ക് അറിയാം, ഫുഡൊക്കെ ഉണ്ടാക്കുന്നവരും കൊടുക്കുന്നവരും ഒക്കെ ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 5 പേർക്ക് വേണ്ടി ഫുഡ് വെച്ചപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 15 പേര് വന്നാൽ തൻ്റെ ഇടത്തോടെ കയറി ഇരുത്താനൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കും, ഇല്ലെങ്കിൽ ഫോൺ വിളിക്കും, ഇല്ലെങ്കിൽ ഓർഡർ ചെയ്യും. അല്ലാതെ തൻ്റെ ഇടത്തോടെ കയറി ഇരുത്തി നമുക്ക് നോക്കാം. അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഇരുത്തിയാൽ തന്നെ നിങ്ങൾ പുറകെ പ്രാർത്ഥിക്കും. വർദ്ധിക്കാനല്ല, ഇവർ കഴിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും. അപ്പോ 5 അപ്പം കയ്യിൽ വെച്ചിട്ട് 5000 പുരുഷന്മാർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ പന്തിക്കിരുത്തെന്ന് പറയുമ്പോൾ ഈ ശിഷ്യന്മാർ കർത്താവിനെ വാച്ച് ചെയ്യും. ഇതെന്തുവാ ഈ മനുഷ്യൻ, എന്തോ ഈ പറയുന്നത്? സ്വാഭാവികമായിട്ട് അപ്പൊ അവരുടെ ആ ശ്രദ്ധയിൽ അവർക്ക് മനസ്സിലായി, ഇത് സംഭവിക്കുന്നത് ഗിമ്മിക്കിലല്ല, പിന്നെ ഇത് സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം ആരിലുണ്ട്? യേശുവിലുണ്ട്. അല്ലേ പാസ്റ്ററെ? പച്ചവെള്ളം നിറച്ച കൽപാത്രങ്ങൾ ഇപ്പോൾ വിരുന്ന് വഴി കൊണ്ട് കൊടുപ്പീൻ, അങ്ങനെ ഇപ്പോൾ കൊണ്ട് കൊടുക്കുക. ഇപ്പോൾ അതിനർത്ഥം അപ്പോൾ വീഞ്ഞായെന്നാണോ? ഒന്നുമല്ല. നിങ്ങൾ കൊണ്ട് കൊടുത്തു. ഒരത്ഭുതം ചെയ്യാതിരിക്കുമ്പോ ഈ പച്ചവെള്ളം കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഈ വിരുന്നുവാഴികളുടെ അടുക്കിലേക്ക് ഈ വേലക്കാര് കൊണ്ടുപോയി. അവിടെ ചെന്ന് വിരുന്നുവാഴി രുചി നോക്കിയാറേ, അതുവരെയോ ആർക്കും അറിയത്തില്ല, പച്ചവെള്ളമായിരിക്കും, കളർ പോലും മാറി കാണത്തില്ല. രുചി നോക്കിയാറേ, അവിടുന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് രുചി നോക്കിയാറേ വീഞ്ഞാണെന്ന് മനസ്സിലായി. അപ്പൊ ഇതവർ നോക്കുമ്പോ ഇവരുടെ ലക്ഷ്യമൊക്കെ എന്ന് പറഞ്ഞ് ഇവർ ഈ കർത്താവിനെ മനസ്സിലാക്കുമ്പോൾ പച്ചവെള്ളം കൊണ്ട് കൊടുക്കുക. ഓക്കെ, കൊണ്ട് കൊടുക്ക്. ഓക്കെ, വീഞ്ഞാന്നോ? കൊണ്ട് കൊടുക്ക്. 5000 പേരാന്നോ? നോ പ്രോബ്ലം, കൊണ്ട് കൊടുക്ക്. 7 അപ്പം 4000 പേർക്ക്. അപ്പൊ കൊണ്ട് കൊടുക്കാൻ പറയുന്ന ആ മുഖത്തെ കോൺഫിഡൻസ്, അത് കണ്ടപ്പോ ഇവർക്ക് മനസ്സിലായി ഇത് നടക്കുന്നതിന്റെ കാരണം ഫെയ്ത്ത് മാത്രമാണ്, വിശ്വാസം. അതുകൊണ്ട് അവര് പറഞ്ഞു, ഞങ്ങളും സക്സസ്ഫുൾ ആയ ഒരു മിനിസ്ട്രി വെളിപ്പെടണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ചേർന്ന് കരം ഉയർത്തി ഒരുമിച്ചൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സ്തോത്രം. 38 കൊല്ലമായി കുളക്കരെ കിടക്കുന്ന രോഗിയോട് ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സുണ്ട്? അയാൾ പറഞ്ഞു, മനസ്സുണ്ട് എന്നല്ല പറഞ്ഞ്, എന്നെ എടുത്തിടാൻ വേണ്ടി ആരും ഇല്ല. ഇയാളുടെ സംസാരത്തിന് മനസ്സിലായി നിസ്സഹായ അവസ്ഥയിലാണ്, ആരുമില്ലാത്തതുകൊണ്ടാണ്. തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്തോ, വിഷമിക്കേണ്ട, കിടക്കി എടുത്തോണ്ട് പോക്കോളാൻ പറഞ്ഞു. 38 വർഷം ഒരു കുളത്തിന്റെ കരയിൽ കിടന്ന മനുഷ്യൻ കിടക്കി എടുത്തോണ്ട് പോകുമ്പോൾ ഇവരാരും നോക്കുന്നത് ആ മനുഷ്യനെ ആയിരിക്കില്ല. ഇതെന്ത് സംഭവമാണ്? ഇദ്ദേഹം ആരാന്നുള്ളതാണ്. ആര്? യേശു. അയാളെ എത്ര വട്ടം കണ്ടു കാണും? 38 കൊല്ലമായി സൗഖ്യമില്ലാത്ത മനുഷ്യൻ കിടക്കി എടുത്തോണ്ട് പോകുന്ന കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടായാലും ഇത് ചെയ്ത ഇദ്ദേഹം, ഈ മനുഷ്യൻ കൂനിയായൊരു സ്ത്രീയെ സൗഖ്യമാക്കി. 18 കൊല്ലം പോലെ നിന്നതാ. ചോദിച്ചു, മനസ്സുണ്ടോ സൗഖ്യമാകാൻ? ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ നീ വരിക, അതിനകത്ത് വേറെ ഒരു ഗിമ്മിക്ക് വേറെ ഒന്നുമില്ല, നീ വരിക, നീ പറഞ്ഞു. ഇവര് വരുമ്പോ ശിഷ്യന്മാരുടെ നോട്ടം അവരിലല്ല, പിന്നെ ഈ പോലെ നിന്ന് ആ നട്ടല് നീ വരിക എന്ന് പറഞ്ഞ സെക്കൻഡിൽ ഇതിങ്ങനെ നിവർന്ന് ഓപ്പണായി നേരെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവര് നോക്കുന്നത് ഇതെന്താന്നുള്ളതാണ്. എന്നോട് നിങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കാര്യങ്ങൾ എന്തെങ്കിലും കൃത്യമായി നടക്കണമെങ്കിൽ ആർക്കും തകർക്കാൻ കഴിയാത്തൊരു ഫെയ്ത്ത് നമ്മുടെ അകത്തുണ്ടാണ്.
അത് കയ്യടി കൊണ്ട് തീരുന്ന സംഭവമൊന്നുമല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു അന്യഭാഷയിൽ തീരുന്ന കാര്യമൊന്നുമല്ല. അതുക്കും മേലെ സ്ട്രോങ് ആയത് അകത്തുണ്ടെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടത്തുള്ളൂ. വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. അത് രക്ഷാകരമായ പ്രാർത്ഥനയുടെ ബേസ് എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. വിശ്വാസമുണ്ടോ രോഗി സൗഖ്യമാവും, വിശ്വാസമുണ്ടോ മരിച്ചവർ ഉയർക്കും, വിശ്വാസം ഉണ്ടെങ്കിൽ 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ പറ്റും, വിശ്വാസമുണ്ടോ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു നോർമൽ മെസ്സേജാണ്. അതാണ് രക്ഷാകരമായ പ്രയർ. പക്ഷെ എന്നെ ചലിപ്പിച്ചത് നെക്സ്റ്റ് പ്രയറാണ്. അത് ശ്രദ്ധയേറിയ പ്രാർത്ഥന, വളരെ എന്ത് ചെയ്യുന്നു. അപ്പൊ അതിന് ഞാനിട്ടേക്കുന്ന പേര് ഫലകരമായ പ്രയർ എന്ന. 1 രക്ഷാകരമായ പ്രയർ, 2 ഫലകരമായ പ്രയർ. ഇതാണ് ഇനി ആശ്ചര്യം. ഈ ഫലകരമായ പ്രയറിന്റെ ബേസ് എന്നറിയാം. രക്ഷാകരമായ പ്രാർത്ഥനയുടെ ബേസ് ഫെയ്ത്ത്, വളരെ ഫലിക്കുന്നു. ഫലകരമായ പ്രയർ അതിന്റെ ബേസ് എന്നറിയാമോ? അതിന്റെ ബേസ് എന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ് ശ്രദ്ധ. അത്ര സിമ്പിൾ കാര്യമല്ലേ? അതുകൊണ്ടാണ് നമ്മൾ യോഗത്തിന് വരുമ്പോൾ 3 മണിക്കൂർ യോഗം ഉണ്ടെങ്കിൽ 3 മണിക്കൂർ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നിങ്ങൾ കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകും, പ്രാർത്ഥിക്കും, നമ്മൾ അശ്രദ്ധരാകും. നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പാട്ട് പാടുമ്പോഴും കൈയടിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മൈൻഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. 3 മണിക്കൂറത്തെ യോഗത്തിൽ 10 മിനിറ്റ്സ് പോലും നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കാറില്ല. അത് പരമാർത്ഥ. അതിന് കാരണം അറിയാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിന്റെ ആ പ്രാർത്ഥനാ വിഷയം അടുത്ത ദിവസം പ്രാർത്ഥിക്കേണ്ട ഗതികേട് വരത്തില്ല. അതാർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ ഡിസ്റ്റർബഡ് ആക്കുന്നത് പ്രാർത്ഥനാ സമയത്താ. അങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ ഇവന്റെ ലൈഫ് മാറും. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കൂടെ പറയും, ശ്രദ്ധിക്കേ. ഞങ്ങൾ ഇങ്ങനെ പറയും, ശ്രദ്ധിക്ക് സിസ്റ്ററെ, ശ്രദ്ധിക്ക് ബ്രദറെ, പ്ലീസ് ലിസൺ ടു മീ. ഇങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ കാരണം ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. ശ്രദ്ധ എന്ന് പറയുന്ന ചെറിയ കാര്യത്തിന് വളരെ ഫലം ചെയ്യാൻ കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇന്ന് പകൽ നിന്റെ തലയിൽ ആരും കൈവെക്കണ്ട, നമ്മുടെ തലയിൽ ആരും കൈവെക്കൊന്നും വേണ്ട. പിന്നെ സ്തോത്ര ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ നാം തയ്യാറായാൽ ആ പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുമ്പ് നമ്മുടെ മേൽ വിടുതൽ തരാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയണം. യേശുവിന്റെ പ്രാർത്ഥന പഠിച്ചു നോക്കിക്കേ. എല്ലാം ഇരുട്ടുള്ളപ്പോൾ മലയുടെ മുകളിൽ ചെന്നിട്ട് അതെന്താ മേലോട്ട് പോകുന്നേ? വെളിയിൽ പോയാലേ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ? അല്ല. ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചേച്ച് യേശു പ്രാർത്ഥിക്കാൻ മലയിൽ ചെന്നു. അതെന്താ? ശിഷ്യന്മാരെ പ്രശ്നക്കാരാണ്. ഗെത്സമനെ പ്രാർത്ഥന നോക്കും. 3 പേരെ 8 പേരെ വെളിയിൽ നിർത്തി, 3 പേരെ അകത്തോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു കല്ലേറ് ദൂരം യേശു മാറി പ്രാർത്ഥിച്ചു. അതിന് ഈ ഗ്രൂപ്പ് പ്രയർ കൊണ്ട് എന്തെങ്കിലും പോരാട്ടം ഉണ്ടാവും? എന്താ റീസൺ? സ്തോത്രം. മഴ പെയ്യാൻ പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രയർ എങ്ങനെന്നറിയാവും? മുഖം മുഴങ്കാലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു 7 വട്ടം. അതെന്തിനാ മുഖം പൊക്കി വെച്ചാൽ പ്രശ്നം ഉണ്ടാവുമോ? ഇതിന്റെ പിന്നിലെ മർമ്മം എന്താണ്? ഇതിന്റെ പിന്നിലെ റീസൺ എന്താണ്? സ്തോത്രം. മറ്റെല്ലാ ഡിസ്റ്റർബൻസും മാറ്റി വെച്ചേച്ച് കോൺസെൻട്രേറ്റഡ് പ്രയർ, ഏകാഗ്രതയോടെ നാം പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, സ്തോത്രം, നിന്നെ അലട്ടുന്ന പ്രശ്നം എത്ര ഗൗരവമുള്ളതാണെങ്കിലും അതിന് വിത്തിൻ സെക്കൻഡ്സിൽ മറുപടി തരുമെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര ദൈവമക്കളുണ്ട്? somebody shout hallelujah. ആ കരമുയർത്തി ശക്തിയോടെ hallelujah. നമുക്ക് നോക്കാം. എക്സാമ്പിൾ ജെനസീസ് എടുക്കുക. ഉൽപ്പത്തി പുസ്തകം 33-ന്റെ 4-ാമത്തെ വാക്യം വായിച്ചു. The book of Genesis chapter 33 verses 4, 4-ാമത്തെ വാക്യം. യേശാവ് അങ്ങനല്ലയോ? യേശാവ് എന്ന് പറയുന്ന ആൾ ഓടി വന്ന അവനെ എതിരേറ്റു. അവനെ ആലിംഗനം ചെയ്തു. യാക്കോബിനെ എതിരേറ്റു. അടുത്ത വാക്യം. ആലിംഗനം ചെയ്തു. അവനെ ആലിംഗനം ചെയ്തു. അവന്റെ കഴുത്തിൽ വീണ് അവനെ യാക്കോബിന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. യാക്കോബിനെ ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. ഇത് ഒരു കൂടിക്കാഴ്ചയാണ്. യാക്കോബും ഏശാവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച. ഇങ്ങോട്ട് നോക്ക്. 21 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച. യാക്കോബിന്റെ വീട് നിങ്ങൾക്കറിയാം. 4 പേരാണ്, അപ്പനും അമ്മയും 2 മക്കളും. 4 പേരാണെങ്കിലും ആ വീട്ടിൽ 2 ഗ്രൂപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പന് ഇഷ്ടം മൂത്തവനെയും അമ്മയ്ക്ക് ഇഷ്ടം
ഇളയാളെ. അതിന് കാരണം മറ്റൊന്നും കൊണ്ടല്ല, എപ്പോഴും അമ്മയെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആരാ? ഇയാൾ യാക്കോബ് എപ്പോഴും ഉണ്ട്. അപ്പനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് യേശു. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായി. ഒരു ദിവസം മൂത്തയാൾക്ക് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി അപ്പം പ്ലാൻ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പാടില്ല, നമുക്ക് അപ്പനെ എന്ത് ചെയ്യാം, അപ്പനെ കളിപ്പിക്കാം. അപ്പനെ കളിപ്പിക്കാൻ യാക്കോവുമായി കൂടെ ചേർന്ന് നിന്നിട്ട് യേശാവിനെ കളിപ്പിച്ചല്ലെങ്കിൽ യേശാവിനെ പറ്റിച്ച് അനുഗ്രഹം മൊത്തം ആര് മേടിച്ചു? യാക്കോബ്. അപ്പൊ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് യാക്കോബ് പോകുമ്പോ യഥാർത്ഥത്തിൽ അനുഗ്രഹം വാങ്ങേണ്ട യേശാവ് വന്നിട്ട് വിളിക്കുന്നുണ്ട്, അപ്പാ. എന്നിട്ട് അപ്പൻ ചോദിച്ചു, നീ ആരാ മോനെ? അപ്പൻ പറഞ്ഞ നിന്റെ മൂത്ത മകൻ യേശാവ്. അപ്പൊ ചോദിച്ചു, യോ നിനക്ക് മുമ്പ് ആരാ വന്നേ? പറഞ്ഞു, അനീന. നിന്നെ കളിപ്പിച്ച് അവൻ എന്ത് ചെയ്ത് എല്ലാം കൊണ്ടുപോയി. അയാൾ കരഞ്ഞ ഭാഗമാ. കരയുന്നുണ്ട് ആ മനുഷ്യൻ, ഭയങ്കരമായിട്ട് കരയുന്നു. കരഞ്ഞിട്ട് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം എന്നറിയോ? മനസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ നന്മ മൊത്തം ഇളയവൻ കൊണ്ടുപോയെങ്കിലും അപ്പനെ കുറിച്ച് വിലപിക്കുന്ന വിലാപകാലം വന്നതുകൊണ്ട് വിലാപകാലം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനിയനോട് എന്ത് ചെയ്യും? പകരം ചോദിക്കും എന്നവൻ ഹൃദയത്തിൽ പറഞ്ഞെന്ന. ഹൃദയത്തിൽ പറഞ്ഞു, അപ്പ ചാകാറായി, അപ്പം മരിക്കാറായി, ഇനിയിപ്പം ഞാൻ പകരം ചെയ്ത പുള്ളി ദുഃഖമാവും, പുള്ളി ചാവട്ടെ, അതുവരെ ഞാനിത് എന്ത് ചെയ്തോളാം, മനസ്സിൽ സൂക്ഷിച്ചോളാം, അത് കഴിഞ്ഞ് ഞാൻ പകരം എന്ത് ചെയ്യും? വിട്ടും എന്നത് അയാൾ ഹൃദയത്തിൽ പറഞ്ഞെന്നാണ്. പക്ഷെ എന്നെ ആശ്ചര്യപ്പെടുത്തിയ അടുത്ത വാക്യമാ, ഇത് അമ്മ അറിഞ്ഞെന്നാ. അതെങ്ങനെ അറിയാൻ പറ്റും? ഹൃദയത്തിൽ സംസാരിക്കുന്ന കാര്യം എങ്ങനെ അമ്മയ്ക്കറിയാം? അതാ അമ്മ അറിഞ്ഞെന്നാ. അപ്പൊ ഈ ഹൃദയത്തിൽ സംസാരിച്ചത് ഉള്ളിൽ പറഞ്ഞു, പക്ഷെ അമ്മ അറിഞ്ഞിട്ട് പറഞ്ഞു, മോനെ നിന്നെ അവൻ കൊല്ലും, നീ പെട്ടെന്ന് വിട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ അമ്മ മനസ്സിലാക്കി? ഈ കൈ കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുമ്പോൾ അമ്മ നോക്കും, തേർഡ് പേഴ്സൺ അറിയാം നമ്മുടെ അകത്ത് എന്താ ഉള്ളതെന്ന്. അപ്പൊ ഞാന് സണ്ണിച്ചാന് പ്രൈസ്തലോട് സണ്ണിച്ചാന്നൊക്കെ പറഞ്ഞ് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാനിങ്ങ് മാറി. അപ്പൊ ഞങ്ങളെ മറ്റൊരാൾ വീക്ഷിക്കുമ്പോഴാണ് അതിന് ശേഷമുള്ള ഞങ്ങളുടെ എക്സ്പ്രഷൻസ് എന്ത് ചെയ്യൂ? സ്തോത്രം. അപ്പൊ ഞാൻ കൈ കൊടുത്തിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ന് ഞാൻ വെച്ചാൽ സണ്ണിച്ചാൻ കാണുന്നില്ല, പക്ഷെ തേർഡ് പേഴ്സൺ എന്നെ വാച്ച് ചെയ്യും. അവർക്കറിയാം ഈ പുള്ളിയുടെ മനസ്സ് അത്ര കൃത്യമല്ലല്ലോ, പ്രവർത്തിയിൽ അറിയാൻ പറ്റും. യേശാവ് കൈ കൊടുക്കും, യാക്കോബിനെ കെട്ടിപ്പിടിക്കും, ചുംബിക്കും, എല്ലാം ശരിയാണ്. പക്ഷെ കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ ഇവൻ യാക്കോബിനെ നോക്കുന്ന നോട്ടം കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ല, ആ നോട്ടം പണ്ടത്തെ നോട്ടമല്ല, അതിനകത്ത് തീയുണ്ട്, അതിനകത്ത് കോപമുണ്ട്. മനസ്സിലാക്കി. പറഞ്ഞു, നീ ഇവിടുന്ന് പൊക്കോ, നിന്നെ ചേട്ടൻ കൊല്ലും. മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യൻ അവിടുന്ന് ഒറ്റ പോക്ക് പോയി. അമ്മയുടെ ഐഡിയ പ്രകാരമാണ് പോകുന്നത്. ലാബാൻ അമ്മാച്ചന്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഉറങ്ങി. ആ സ്ഥലത്തിന്റെ പേരാണ് ലൂസ്. അതുവരെ യാക്കോബിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ബൈബിളിൽ അവൈലബിൾ അല്ല, പക്ഷെ അതിന് ശേഷമുള്ള യാത്രകളെല്ലാം ബൈബിളിനകത്തുണ്ട്. ലൂസിൽ വന്ന് ഉറങ്ങിയപ്പോൾ അയാൾ സ്വപ്നം കണ്ടു. അവിടുന്ന് പോകുമ്പോൾ അയാൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ യാത്രയെ നീ സഫലമാക്കിയാൽ. അയാൾക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല, സഫലമാകുമോ? സഫലമാക്കിയാൽ, എന്നെ അനുഗ്രഹത്തോടെ മടക്കി കൊണ്ടുവന്നാൽ പേടിയാ. അയാൾ പറഞ്ഞു, ഇവിടെ ഞാൻ ഒരു ആലയം എന്ത് ചെയ്യും? അങ്ങനെ അയാൾ ചെന്ന സ്ഥലമാണ് ലാബാന്റെ വീട്. 21 കൊല്ലത്തെ അധ്വാനമായിരുന്നു അവിടുത്തെ. 7 വർഷം റാഹേൽ, 7 വർഷം ലേയ്ക്ക് വേണ്ടി, അടുത്ത 6 വർഷം തൻ്റെ പിള്ളേർക്ക് വേണ്ടി. ചുരുക്കം പറഞ്ഞ് 21 കൊല്ലം, 20 കൊല്ലം കഴിഞ്ഞു. ആ മനുഷ്യനെ കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ കേൾക്കണോ? അയാളുടെ ദേഹം ക്ഷയിച്ചെന്ന എന്ന് പറഞ്ഞാൽ പകൽ വെയിൽ കൊണ്ടും രാത്രി ക്ഷീതം കൊണ്ടും ക്ഷയിച്ചെന്ന, അങ്ങനെ ആ ബൈബിൾ വാക്യം. 21 കൊല്ലം മുമ്പത്തെ ഹെൽത്ത് ഇപ്പൊ ഇല്ല, അന്നത്തെ സൗന്ദര്യമില്ല. 12-11 മക്കളും 2 ഭാര്യമാരും 21 കൊല്ലത്തെ അധ്വാനവും. അയാളുടെ കണ്ണുകൾക്ക് ഉറക്കമില്ലെന്നാ പറയുന്നത്. ഉറക്കമില്ല, കാരണം എപ്പോഴും ലാബാന്റെ ആടിനെ നോക്കി 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 കണ്ണ് ഉറക്കമില്ല. ഇത് ഉറങ്ങേണ്ട ഒരു സമയമുണ്ടല്ലോ അല്ലേ? കണ്ണുകൾക്ക് ഉറക്കത്തിന് സമയമുണ്ട്, പകലും രാത്രിയും ഉണ്ട്. ഇപ്പൊ നേഴ്സുമാരുടെ കാര്യം പറഞ്ഞ പോലെ ചില ആഴ്ച നൈറ്റ് ഉറങ്ങും, ചില ആഴ്ച പകൽ ഉറങ്ങും, ചില ആഴ്ച ഏർലി മോർണിംഗ് ഉറങ്ങും, ചില ആഴ്ച ഈവനിങ് ഉറങ്ങും. അതുകൊണ്ട് ഉറങ്ങി പല സമയത്ത് ഉറങ്ങി കണ്ണ് എപ്പോഴാ ഉറങ്ങേണ്ടതെന്നതിനെ കുറിച്ച് ഒരു ബോധ്യവും. അതുകൊണ്ട് ഇങ്ങനെ ഞൊടിക്കുമ്പോൾ ചിലർ ഉണരും. കാരണം ഈ സിസ്റ്റം ഔട്ട് ഓഫ് ഓർഡർ ആയി മാറും. എല്ലാത്തിനും ഒരു ഓർഡർ, ഒരു സിസ്റ്റം ഉണ്ട്. ഉറക്കില്ല, ദേഹം ക്ഷയിച്ചു. പക്ഷെ ഒരു ദിവസം അയാൾ പറയുന്നു, ഞാൻ മടങ്ങി എൻ്റെ വീട്ടിലോട്ട് പോവാ. അപ്പം ഭാര്യ ചോദിച്ചു, അതെന്തിനാ അച്ഛാ ഇപ്പം പോകുന്നല്ല? നിന്റെ അപ്പൻ്റെ ഫേസ് എൻ്റെ നേരെ പണ്ടത്തെ പോലെ അല്ല. പണ്ട് അപ്പൻ്റെ മുഖം ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെ മുഖം മൊത്തം മാറി. അതിന് കാരണം അറിയാമോ? അപ്പനേക്കാൾ സമ്പത്ത് ആർക്ക് വന്നു? യാക്കോബിന് വന്നു. എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, ഒരു മനുഷ്യന്റെ സ്നേഹം അസ്തമിക്കുന്നെങ്കിൽ അതിനർത്ഥം നീ അവനേക്കാൾ സമ്പത്തിലോട്ട് വന്നെന്നുള്ളതാണ്. പരമാർത്ഥം. ഈ നമ്മൾ പെന്തിക്കോസ്തുകാരാന്ന് പറഞ്ഞാലും മനുഷ്യരല്ലയോ? മനുഷ്യരല്ലേ നമ്മൾ? നമ്മുടെ അകത്ത് ജലസി ഉണ്ട്, അസൂയ നമ്മുടെ അകത്തുണ്ട്. അത് നമ്മുടെ ഇൻബോൺ ആയിട്ടുള്ള സാധനം.
അപ്പൊ അപ്പന്റെ ഫേസ് മാറിയപ്പോ, ചേട്ടന്മാരുടെ ഫേസ് മാറിയപ്പോ ഇയാൾക്ക് മനസ്സിലായി നിൽക്കാൻ പറ്റില്ല. അപ്പനോട് പോലും പറയാതെ ഒരു ദിവസം രാവിലെ ഭാര്യമാരെ കൂട്ടിക്കൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പോന്നു. വന്നെന്നറിഞ്ഞപ്പോൾ അപ്പൻ ആളുകളെ കൂട്ടിക്കൊണ്ട് ഇയാളെ പിന്തുടർന്ന് വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അവനോട് ഗുണമെങ്കിലും മോശമെങ്കിലും നീ എന്ത് ചെയ്യരുത്, ചെയ്യരുത്. അപ്പൊ യാക്കോബ് ലാബാനും വന്ന് പറയുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ ചെയ്തേ? നീ ചെയ്യേണ്ട കാര്യമില്ല, നിന്നെ ഞാൻ പറഞ്ഞയച്ചേനെ. പിന്നെ നിന്നോട് ദോഷം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ടെങ്കിലും അത് ചെയ്യുന്നില്ല. കാരണം നിന്റെ ദൈവം എന്നോട് സംസാരിച്ചു, നിനക്കെതിരെ എന്ത് ചെയ്യരുതെന്ന്. അപ്പൊ അന്ന് ദൈവം സംസാരിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടവരോട് മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ കുടുംബക്കാരോടും ദൈവം സംസാരിക്കുമായിരുന്നു. ലാബാനൊന്നും പെന്തിക്കോസ്തുകാരനല്ല, ഗ്രഹബിംബം ഉള്ളവനായിരുന്നു. അയാളോട് ദൈവം സംസാരിക്കുമായിരുന്നു. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് മാത്രമല്ല, എലയാസർ അബ്രഹാമിന്റെ ദാസന, അയാളെ നടത്തിയത് ദൈവം. അയാൾ പറയുന്നുണ്ട്, എൻ്റെ യജമാനൻ എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നല്ലോ എന്ന് എലയാസർ പറയുന്നുണ്ട്. എലയാസർ ആത്മീയനായതുകൊണ്ടല്ല, അബ്രഹാമിന്റെ ദാസനായതുകൊണ്ടാ. ഒരു വിളിക്കപ്പെട്ടവന്റെ വീട്ടിൽ പാർക്കുന്നവനോടും സംസാരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര ഉന്നതമായ കാര്യമാണ്. ചേർന്ന് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറയണം. അതുകൊണ്ട് ഞാൻ ഗുണമോ ദോഷമോ ചെയ്യുന്നില്ല. പിന്നെ ഈ സാക്ഷ്യ കൂമ്പാരത്തിന് ഇപ്പുറം നീ വരല്ല, ഇതിനപ്പുറത്തോട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. രണ്ടുപേരും കൈ കൊടുത്ത് 21 കൊല്ലത്തെ ബന്ധം പിരിഞ്ഞു. 2 ഭാര്യമാരും മക്കളെ 2 പേര് ഭാര്യമാരാക്കി, മക്കളുമായിട്ട് കൊച്ചുമക്കളുമായിട്ട് ഇയാൾ തിരിച്ചു വന്നു. ഇനിയാണ് ഈ വാക്യത്തിന്റെ പ്രാധാന്യം. തിരിച്ചു വന്ന മനുഷ്യൻ യാബോക്കിന്റെ കടവിലെത്തി. അത് കടക്കുമ്പോൾ അവന്റെ പ്രദേശമാണ്. യാബോക്ക് കടവിലോട്ട് അടുക്കും തോറും ഈ മനുഷ്യന്റെ അകത്തൊരു ആശങ്ക വർദ്ധിക്കാൻ തുടങ്ങി. ചേട്ടൻ 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 21 കൊല്ലം മുമ്പ് കളിപ്പിച്ചിട്ട് പോയ ആളാ. അയാൾ ഇന്ന് എന്നെക്കാൾ ശക്തനായിട്ടുണ്ട്. ചേട്ടനെ ഫേസ് ചെയ്യാൻ ഒരു ചിന്ത ഇയാളെ എന്ത് ചെയ്തു, അലട്ടി യാക്കോബിനെ. ഈ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് ഞാൻ വരിക. യാബോക്കിന്റെ കടവിലെത്തിയപ്പോൾ തന്റെ സ്നേഹിതൻ തന്റെ ദാസന്മാരെ കുറച്ചുപേരെ പറഞ്ഞയച്ചിട്ട്, നിങ്ങൾ ചെന്ന് പറയണം ചേട്ടനോട്, നിന്റെ ദാസനായ അനിയൻ അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇത് പറയുമ്പോൾ അയാളുടെ എക്സ്പ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. അവര് എന്ന് പറഞ്ഞു, യജമാനനെ അങ്ങയുടെ ദാസൻ യാക്കോബ് വരുന്നുണ്ട്. യാക്കോബ് എന്ന് കേട്ടപ്പോൾ അവനെ എതിരേൽക്കാൻ ഒരു 400 പേരെ കൂട്ടിക്കൊണ്ട് ഏശാവ് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. യാക്കോബ് എവിടെ? ഒരു 400 പേരെ കൂട്ടിക്കൊണ്ട്. ഇത് അറിഞ്ഞ് അവർക്ക് മുമ്പേ എന്ത് ചെയ്തു, ഓടി. യജമാനനെ പണിയെല്ലാം പാളുന്ന ലക്ഷണമാണ്, നിന്നെ എതിരേൽക്കാൻ ഏശാവ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അവനെ അത് കേട്ടപ്പോൾ ആ വാക്കിങ്ങനെയാണ്, അവൻ ഭയപരവശനായി ഭ്രമിച്ചു. ഇങ്ങോട്ട് വരുന്നുണ്ട്, പേടിച്ചെന്ന്. ലാബാനേക്കാൾ സമ്പത്തുള്ള യാക്കോബ് ചേട്ടനെ ഭയന്നു. അതാ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, പ്രോപ്പർ വേ ആണോ തലപൊക്കി നിൽക്കാൻ പറ്റും. അതല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും വിറയലുണ്ടാവും. സ്തോത്രം സ്തോത്രം. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിന് ഇന്ന് പകൽ സ്തുതിക്കണം. ചെയ്തൊരു കാര്യം കേൾക്കണോ? ഇത് അറിഞ്ഞ മനുഷ്യൻ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ച്, കർത്താവ് ഒരു വടിയോട് കൂടെ ഞാൻ അക്കരയ്ക്ക് പോയത്, നീ 2 കൂട്ടമായിട്ട് എന്നെ എന്ത് ചെയ്തു, അനുഗ്രഹിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ ഭയപ്പെടുക, ഏശാവിനെ അന്വേഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. തള്ളയോടുകൂടെ മക്കളെയും അയാൾ കൊന്നുകളയും എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന് പ്രാർത്ഥന അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ ചിന്ത കാര്യം കേൾക്കണോ? തന്റെ സമ്പത്ത് മൊത്തം 2 ഗ്രൂപ്പാക്കി, 2 ഭാഗമാക്കി. അതെന്തിന്? അങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഓടാം, ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് പോകാം. 2 കൂട്ടമാക്കി അവന്റെ ഐഡിയ, 2 കൂട്ടമാക്കി. എന്നിട്ട് നിർത്തിയില്ല. അയാൾ 200 കോലാടിനെയും 200 ആട്ടുകൊറ്റന്മാരെയും 30 ഒട്ടകത്തെയും ചേർത്ത് ഒരു ഗ്രൂപ്പാക്കി ഒരുത്തന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ട് പോകുമ്പോ ഏശാവ് വരുമ്പോ ചോദിക്കും, നീ ആരുടേത്, ഇത് ആരുടേത്, നീ ആരുടെ വക, നീ പറയണം, നിന്റെ ദാസനായ യാക്കോബിന്റെ വേലക്കാരനാ ഞാൻ, ഇത് മുഴുവൻ എൻ്റെ യജമാനൻ എന്ത് ചെയ്തേക്കുന്നു, സമ്മാനം തന്നേക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമ്മാനം കാണുമ്പോൾ അവന്റെ മനസ്സ് എന്ത് ചെയ്യണം, അടുക്കണം. പല ഗ്രൂപ്പാക്കി ഭയന്നു. എന്നോട് നിങ്ങളുണ്ടോ? ആ അഭിസംബോധനയായി ഇപ്പൊ നമ്മൾ വായിച്ചത്. ചേട്ടൻ സകലത്തെയും അക്കരെ കിടത്തി. യാബോക്കിന്റെ കടവിൽ അയാൾ ഭാര്യമാര് കുഞ്ഞുങ്ങൾ മാത്രം. പക്ഷേ അതിലും ആൾ തൃപ്തിയായില്ല. ദാസന്മാർ, ആടുകൾ, ഒട്ടകങ്ങൾ, കന്നുകൾ എല്ലാத்தைയും പറഞ്ഞയച്ചു. പിന്നെ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അതിലും അയാൾ സ്വസ്ഥനായില്ല. നിങ്ങൾക്കറിയാമോ, രാത്രിയിൽ അവൻ അവരെ കൂടെ എന്ത് ചെയ്തു, അക്കരെ കടത്തിയെന്ന. തന്റെ ഭാര്യമാരെയും മക്കളെയും കൂടെ അക്കരെ കടത്തിയിട്ട് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആ രാത്രിയിൽ യാക്കോബ് തനിയെ ശേഷിച്ചു. 21 കൊല്ലങ്ങൾക്ക് ശേഷം ഒറ്റ രാത്രി സകലവും വിട്ടു. ഉണ്ടാക്കിയതും
കിട്ടിയതും വന്നതും ചെന്ന് കയറിയതും മൊത്തം സകലത്തെയും യാബോക്കിന് അപ്പുറം വിട്ടേച്ച് അയാൾ ഒറ്റയ്ക്ക് ശിക്ഷിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ തനിയെ? ഇല്ല പാസ്റ്ററെ, 1/2 മണിക്കൂർ എനിക്ക് തനിയെ ഇരിക്കാൻ കിട്ടിയാൽ പരിഹരിക്കാവുന്ന സബ്ജക്റ്റേ ഉള്ളൂ ഏശാവ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി കർത്താവിനെ ഇന്ന് പകൽ സ്തോത്രം ചെയ്യും. 10 മിനിറ്റ് തനിയെ ഇരിക്കാൻ കിട്ടിയാൽ പരിഹരിക്കാവുന്ന സബ്ജക്റ്റേ ഉള്ളൂ ഏശാവ്. ഇല്ല, എന്റെ അടക്കം നടക്കത്തില്ല, ഇല്ല എന്നെ ആക്രമിക്കാൻ നടക്കത്തില്ല. സെക്കൻഡുകൾ കൊണ്ട് കാര്യങ്ങളെ അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു കരുത്തന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ? somebody oh shout hallelujah. ദൂതിന്റെ ആഴങ്ങൾ തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കരം ഒന്ന് അടിച്ച് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചാട്ട്. 1/2 മണിക്കൂർ തനിയെ ഇരിക്കാൻ കിട്ടിയാൽ പരിഹരിക്കാവുന്ന സബ്ജക്റ്റ് എനിക്കുള്ളെന്ന് യാക്കോബിന് എന്ത് ചെയ്തു? അതുകൊണ്ട് തന്റെ കൂട്ടുകാരെയും വീട്ടുകാരെയും കുഞ്ഞുങ്ങളെ മുഴുവൻ അക്കരെ കിടത്തിയിട്ട് ആൾ തനിയെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന ഗുണം, 1 കോൺസെൻട്രേഷൻ എങ്ങും പോവില്ല, മൊബൈലൊക്കെ മാറ്റി വെച്ച് തനിയെ. 2 ആ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കരയണോ, ചിരിക്കണോ, അലലറണോ, ഉരുളണോ? ഇതെല്ലാം എന്ത് ചെയ്യും? സ്തോത്രം. എൻ്റെ ലൈഫിന്റെ കാര്യമാണ് ഞാനീ പറയാം. ഞാനൊരു സാധാരണ നോർമൽ വിദ്യാഭ്യാസമുള്ളൊരു സാധുവായ മനുഷ്യൻ. വമ്പൻ കോൺഫറൻസുകൾക്ക് പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോൺഫറൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പീസിനാക്കെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പീസിനാക്ക് അതിന്റെ ഗസ്റ്റായിരുന്നു ഞാൻ. പീസിനാക്കിന്റെ ഗസ്റ്റായിട്ട് പ്രസംഗിച്ച് ആദ്യത്തെ പീസിനാക്കിന് ഞാൻ പങ്കെടുക്കാൻ പോയപ്പോൾ $210 കൊടുത്താലേ അവിടെ ഫുഡ് കഴിക്കാൻ പറ്റും, എന്നാലേ അവിടെ ഫുഡ് കഴിച്ച് താമസിക്കാൻ പറ്റും. ആദ്യമായിട്ട് പോയി എനിക്ക് അവിടെ നിന്ന് $210. അതുകൊണ്ട് ആദ്യത്തെ പീസിനാക്കിന് പട്ടിണി ഇരുന്ന ആളാണ് ഞാൻ. സ്തോത്രം. ഞങ്ങൾ പട്ടിണി ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു പേരുണ്ട്, ഫാസ്റ്റിംഗ്. അത് പട്ടിണിയാണ്. അതറിയാവുന്ന 1-2 പേര് അന്ന് ഉണ്ടായിരുന്നു. സ്തോത്രം. ഒന്നാമത്തെ പീസിനാക്കിന് $210 കൊടുത്ത് ഫുഡ് കഴിച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പട്ടിണി ഇരുന്ന ഞാൻ 2ാമത്തെ പീസിനാക്കിന്റെ ഒഫീഷ്യൽ ഗസ്റ്റ് ആയിരുന്നു. സ്തോത്രം. 25 മിനിറ്റത്തെ പ്രസംഗത്തിന് എനിക്ക് കിട്ടുന്നത് $1000. ഒഹായോ കൊളംബസിൽ വെച്ചായിരുന്നു. ന്യൂയോർക്ക് തൊട്ട് വണ്ടി ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ ചെന്ന് ലാൻഡ് ചെയ്ത് ന്യൂയോർക്ക് തൊട്ട് വണ്ടി ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് ഒരു വണ്ടിക്ക് കൊണ്ടുപോയി കൊളംബസിൽ പണ്ടേ ഷെയറിങ് താമസിക്കുന്ന പോലെ ഒരു മനുഷ്യന്റെ മുറിയിൽ ഒരു ബെഡ് ഉള്ളതുകൊണ്ട് അതിൽ കിടന്നതാണ്. പക്ഷേ 2ാമത്തെ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ എനിക്കായിട്ട് ഉണ്ടായിരുന്ന ഒരു മുറി. ദൈവമാർക്ക് കടക്കാരനല്ല. മനസ്സിലാക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഒരുമിച്ചൊരു നല്ലൊരു സ്തോത്രം ദൈവത്തോടെന്ന് പറഞ്ഞാട്ട് സകലത്തെയും ആ മനുഷ്യൻ അക്കരെ നിർത്തി. ഇപ്പൊ ഞാൻ പറഞ്ഞു, വമ്പൻ കോൺഫറൻസുകൾക്ക് പ്രസംഗിക്കാൻ ഭാഗ്യം നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള മരുന്ന് എന്നാന്നറിയോ? ഇപ്പൊ ഞാൻ ലിജുനറിയാം, ഞങ്ങൾക്ക് പ്രയർ ഹാളിൽ ചർച്ചിൽ പാഴ്സണേജ് ഒരു ചെറിയ ഭയങ്കര പരിമിതിയാണ് ഞങ്ങളുടെ പാഴ്സണേജ്. 2 കൊച്ചുമുറിക്കകത്ത് ഞങ്ങൾ 5 പേര് ഭയങ്കര പാടാം. പക്ഷെ ഹാളുണ്ട്, 100 പേർക്ക് ഇരിക്കാവുന്നൊരു ഹാളുണ്ട്. അതിനകത്തോട്ട് കയറിയ കഥ അടച്ചിട്ട് അങ്ങോട്ട് കയറും. ഞാൻ പറയും, എന്നെ എന്ത് ചെയ്യരുത്, വിളിക്കരുത്. അന്ന് ഫസ്റ്റ് വയലായാലൊരു ചെറിയ ഹാള് ഞങ്ങൾക്കുണ്ട്, അതിനകത്തോട്ട് കയറും. ഇപ്പോൾ മേജർ ചർച്ചപ്പോണ്ട് മേജർ കൺവെൻഷൻ വരുന്നുണ്ട്, വലിയ കൺവെൻഷൻസ്. ഡോക്ടറേറ്റ് ഉള്ളവരൊക്കെ പ്രസംഗിക്കും. അതിനകത്തുള്ള ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ഉള്ളേറിയിലെ ഒരു മനുഷ്യനാണ് ഞാൻ. അതിനകത്തൊരു ദിവസം എനിക്കുണ്ട്. അപ്പം ഞാൻ അത് ജയിക്കുന്നത് ഇതിനകത്തോട്ട് കയറി അങ്ങ് ഇരിക്കും. ചിലപ്പോൾ കരയും, ചിലപ്പോൾ അങ്ങ് ഉരുളും, ചിലപ്പോൾ കമന്ന് കിടക്കും. സ്തോത്രം. പേഴ്സണൽ പ്രയർ അഥവാ കോൺസെൻട്രേറ്റഡ് പ്രയർ. ഏലപ്പാറയുടെ ദൂതിനകത്തൊക്കെ ഒരു സ്പർശനം വരുന്നതിന്റെ കാരണം ഇതൊന്നും ഒരു മീഡിയാന്ന് കിട്ടുന്ന സാധനമല്ല, ഇതെല്ലാം തമ്പുരാൻ തരുന്ന സാധനമാണ്. അപ്പൊ അത് ഉള്ളിയും തന്നെ വരും. സ്തോത്രം. അത് സംസാരിക്കുമ്പോൾ അകത്ത് അത് കത്തും, രക്തത്താല് ചെയ്യും. എനിക്കറിയാം, പരിശുദ്ധാത്മാവ് തരുന്നതാകയാൽ അതിനെപ്പോഴും ഒരു പുതുമയുണ്ടായിരിക്കും. അത് അനേകരെ ആശ്വസിപ്പിക്കുന്നതാണ്, അത് അനേകരെ ബലപ്പെടുത്തുന്നതാണ്, അത് അനേകരെ ശക്തിപ്പെടുത്തുന്നതാണ്. രക്തം ചെയ്യും. ഭാര്യയുടെ മുമ്പിൽ കരയാതെ, മക്കളുടെ മുമ്പിൽ കരയാതെ സകലത്തെയും മക്കളെ കിടത്തിയിട്ട് യാബോക്കിന്റെ കടവിൽ തനിയെ എന്ത് ചെയ്തു? ശേഷിച്ചു. ആ രാത്രിയിൽ സംഭവിച്ച കാര്യം കേൾക്കണം. ഒന്ന്, അയാൾ കരഞ്ഞെന്ന് പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, തനിയാണെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അയാൾ കരഞ്ഞു. അജാനുബാഹുവായ മനുഷ്യൻ, ഒറ്റയ്ക്കൊന്നും ഒരാൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു അജാനുബാഹുവായ മനുഷ്യൻ കരഞ്ഞു. അവിടെ പറയുന്നില്ല, പക്ഷെ ഹോശയാൽ പറയുന്നുണ്ട്. ഹോശയ 12:4 അതിൽ പറയുന്നു, അവൻ കരഞ്ഞപേക്ഷിച്ചു. ആരോട്? ദൂതനോട്. കരഞ്ഞു എന്ന് പറഞ്ഞാൽ തനിയെ അങ്ങോട്ട് കയറിയിട്ട് കരഞ്ഞു. അടുത്ത ഭാഗം എങ്ങനെയാണ്? ദൂതൻ അവനെ തൊട്ട് അവന്റെ കാൽ ഒളുക്കി, അഥവാ തകർക്കപ്പെട്ട സ്ഥലം ഏതാ? ഈ കോൺസെൻട്രേറ്റഡ് പ്രയർ, യാബോക്കിന്റെ കടവ്. അയാൾ കരഞ്ഞ സ്ഥലം, അയാൾ തകർക്കപ്പെട്ട സ്ഥലം.
ഇയാൾ പിടിച്ചു വെച്ചിരിക്കുന്നു ദൂതനെ. ദൂതൻ പറഞ്ഞ എന്നെ വിട്, എനിക്ക് പോകണം, നേരം വിളിക്കുന്നു, പോട്ട്. ഒക്കെ ചെറിയ വാക്യം നിങ്ങൾ ചിന്തിക്കരുതേ, ഭയങ്കര വാക്യ. കാരണം 1,85,000 പേരെ ഒറ്റ രാത്രിയിൽ കൊന്നുകളഞ്ഞ ദൂതൻ, ക്ഷയിച്ചു പോയ ഒരു മനുഷ്യന്റെ അനുവാദത്തിന് കാത്തിരിക്കുക. എനിക്ക് പോണം, വിടാമോ പോട്ടെ. യാക്കോബ് പറഞ്ഞു ഞാൻ ക്ഷയിച്ച മനുഷ്യന്റെ പിടുത്തം ദൂതന് ആ പിടുത്തം പൊട്ടിച്ചു പോകാൻ പറ്റുന്നില്ല. ഏതാ ഈ ദൂതൻ? ഒറ്റ രാത്രിയിൽ 1,85,000 പേരെ കൊന്ന മനുഷ്യന്. ആ കൊന്ന ദൂതൻ യാക്കോബിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നെ വിടാമോ എന്ന് പറഞ്ഞ അർത്ഥം, പ്രാർത്ഥിക്കുന്നവന്റെ പ്രായം ഒരു വിഷയമല്ല, പ്രാർത്ഥിക്കുന്നവന്റെ ഫിസിക്കൽ ഹെൽത്ത് ഒരു വിഷയമല്ല, പ്രാർത്ഥിക്കുന്നവന്റെ ആരോഗ്യം ഒരു വിഷയമേ അല്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ, ചിലതിനെ പിടിച്ചൊതുക്കാനുള്ള ശക്തി എന്റെയും നിന്റെയും അകത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര ദൈവമക്കളുണ്ടോ. ആ കരമൊന്ന് അടിച്ചൊരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. നിന്റെ ബലഹീനത മാറും, നിന്റെ ക്ഷീണം മാറും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഒരു ആത്മശക്തി വ്യാപരിക്കട്ടെ. അകത്ത് ആത്മാവുള്ളവന്റെ പ്രായം ഒരു വിഷയമൊന്നും. 96 വയസ്സുള്ള സമയത്താണ് യോഹന്നാൻ പത്മോസിൽ പോകുന്നത്. 96 വയസ്സ്, 96 years old. 96 വയസ്സുള്ള ആൾക്ക് എന്ത് ആരോഗ്യം ഉണ്ടെന്നാ പറയുന്നത്? FSO സഭയുടെ സീനിയർ പാസ്റ്റർ. അതെന്താ ലോക്കൽ പാസ്റ്റർ അല്ലായിരുന്നു, സീനിയർ പാസ്റ്റർ. കാരണം അറിയാം, ഒറ്റ കാരണമുള്ളൂ, ലോക്കൽ പാസ്റ്റർമാർക്ക് റെസ്പോൺസിബിലിറ്റി ഒത്തിരി ഉണ്ട്. സീനിയർ പാസ്റ്റർ ആകുമ്പോൾ ആ ഒരു പരിപാടിയിൽ ഇപ്പൊ ലോക്കൽ പാസ്റ്ററായിട്ട് ഇരിക്കാനുള്ള സ്ട്രെങ്ത് ഇല്ലാത്ത മനുഷ്യനെ ഒരു കസേരയ്ക്കൊക്കെ തിരുത്തിയിട്ട് പൊക്കിയെടുത്തോണ്ട് വരുമായിരുന്നു. അങ്ങനെ ആ യോഗത്തിന് പോയിക്കൊണ്ടിരുന്നു. ആ ആളെയാണ് ഡൊമീഷ്യൻ എന്ത് ചെയ്തേ? നാട് കടത്തിയത്. 96 വയസ്സുള്ള യോഹന്നാൻ എന്നാ ചെയ്യാന്? പ്രസംഗിക്കാൻ പറ്റില്ല, യുദ്ധം ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ അയാളെ വിട്ടത്? സ്തോത്രം. ഈ ഡൊമീഷ്യൻ ചക്രവർത്തിക്ക് അറിയാം, ഇയാളുടെ പ്രായം 96 ആണെങ്കിലും ഇയാളുടെ പ്രായത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. സ്തോത്രം. അത് പവറാണ്, അത് ശക്തിയാണ്. അതുകൊണ്ടാണ് യോ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞാൻ എന്റെ ദേഹസഹിതനായി ഞാൻ കാണും, വീണ്ടെടുപ്പുകാരനെ കാണും. എന്റെ ബോഡി ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞാൻ കാണും. കാരണം ബോഡിക്കും ശരീരത്തിനും അപ്പുറത്ത് ശക്തി പകരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിയോഗമുള്ള എത്ര ദൈവമക്കൾ അല്പനിമിഷങ്ങൾ ആ കാര്യങ്ങളെ ഒരുമിച്ചൊന്ന് അടിച്ച് ദൈവത്തെ ഇന്ന് മകൾ സ്തുതിച്ചേ. കോൺസെൻട്രേറ്റഡ്, ഏകാഗ്രതയുള്ള പ്രാർത്ഥന. കണ്ണുകൾ അടച്ച് ആത്മാവിലൊന്ന് കേറിക്കേ, പരിശുദ്ധാത്മാവിൽ കേറിക്കേ. നിന്റെ വിഷയം എത്ര ഗൗരവമുള്ളതാണെങ്കിലും, നിന്റെ പ്രശ്നം എത്ര പ്രയാസകരമാണെങ്കിലും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ പ്രാർത്ഥനയ്ക്ക് ചില മറുപടികളുണ്ട്. വിശ്വസിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാൽ ചേർന്ന കരങ്ങളെ തട്ടി ദൈവത്തെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ആ രാത്രി ദൂതന്റെ ചോദ്യം ഇതാണ്, എന്നെ ഒന്ന് വിടാമോ? എനിക്ക് എന്ത് ചെയ്യണം? ഉഷസുദിക്കുന്നല്ലോ, എനിക്ക് പോകണം. അയാൾ വിടുന്നില്ല എന്ന് കണ്ടപ്പോ, ഓക്കെ താങ്ക് യു. വിടുന്നില്ല എന്ന് കണ്ടപ്പോ ദൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അറിയാമോ? നിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? എന്ന് പറഞ്ഞാൽ ദൂതന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാ. ദൂതനെ ഒരാൾ എന്ത് ചെയ്തേ? അറസ്റ്റ് ചെയ്തേ. ചോദിച്ചു, പേരനാടാ, നീ ആരാ? ഞെട്ടിപ്പോയി മനുഷ്യൻ. ദൂതൻ ഞെട്ടിപ്പോയി. എന്റെ ചിന്തയാണ് ഞാൻ ഈ പറയുന്നത്. ദൂതനെ കയറി പിടിച്ചിരിക്കുമ്പോ വിടാൻ പറ്റും, പോകുന്നുമില്ല, വിടുന്നുമില്ല. ചോദിച്ചു, ഹു ആർ യു? ആരാ നീ? അയാള് അന്ന് അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാന് യാക്കോബാ. യാക്കോബ് എന്ന് പറഞ്ഞാൽ കളിപ്പീരുകാരൻ എന്നർത്ഥം, ഉവായെന്ന്. പക്ഷെ ഇത്രയും സംഭവം ഉണ്ടായപ്പോ അവിടെ വെച്ച് ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നോ 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 നോ, ഇനി നിന്നെ ആ പേരിൽ വിളിക്കാൻ പറ്റില്ല. അല്ലേ? അവന്റെ പേര് മാറ്റിയിട്ട് പറഞ്ഞു, ഇന്ന് തൊട്ട് നിന്റെ പേര് മാറുന്നു ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്രായേൽ ദൈവത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞാൽ ആ കോൺസെൻട്രേറ്റഡ് പ്രയറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരു രാജ്യത്തിന്റെ അഥവാ ദൈവത്തിന്റെ പ്രഭുവായി അയാൾ മാറി. സ്തോത്രം. ആടിന്റെ പുറകെ വെച്ച് നടന്നവന്
ഒരൊറ്റ രാത്രിയിലെ പ്രാർത്ഥന. ചില മണിക്കൂറുകൾക്ക് മുമ്പ് വരെ പ്രാണഭയത്തിൽ നടന്നവനാ, ആടിനെ ബാ 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 വെച്ചോണ്ടിരുന്നവനാ. പക്ഷെ ആ രാത്രിയിലെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പ്രഭുവായി അവൻ മാറി. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് പകൽ സ്തുതിക്കുന്നു. ചില പ്രാർത്ഥനകൾ നിന്റെ അന്തരീക്ഷം മാറ്റും. ചില പ്രാർത്ഥനകൾ നിന്റെ പരാജയത്തെ മാറ്റും. ചില പ്രാർത്ഥനകൾ നിന്റെ രോഗത്തെ മാറ്റും. ചില പ്രാർത്ഥനകൾ നിന്റെ അഡ്രസ് മാറ്റും. 2004 ഞാൻ ആദ്യമായിട്ട് 21 days ഫാസ്റ്റ് ചെയ്യുന്നത്. 2003 ആദ്യമായിട്ട് 21 days ഫാസ്റ്റ് ചെയ്ത് 2003 രാജേഷ് എലപ്പാറുടെ വീട്ടിലായിരുന്നു ഞങ്ങളുടെ പ്രയർ. അപ്പൊ അന്ന് ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ കാരണം വീട്ടിൽ പട്ടിണിയാ, അപ്പൊ അവിടെ ചെന്നിരിക്കുവാണെങ്കിൽ ഫാസ്റ്റിംഗ് ആവുമല്ലോ, അങ്ങനെ പോയത്. ഫാദറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടോ, നീ ചത്തു പോകത്തില്ലയോ ഇത്രയും ദിവസം? അതിൽ ഞങ്ങളുടെ അവിടെ അങ്ങനെ 21 days ഫാസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്ന സമയമല്ല. 2003 എനിക്ക് 20 എത്ര വർഷം മുമ്പ് അങ്ങനെ ഫാസ്റ്റ് ചെയ്ത 10ാമത്തെ ദിവസമായിരുന്നു എൻ്റെ മേലൊരു അഭിഷേകം വന്നു. അതിനു മുമ്പ് ഞാൻ പാസ്റ്റർ ആണെങ്കിലും ഒരു സ്പെഷ്യൽ അനോയിന്റിങ് വന്നത് അന്ന് ഒരു 2 minutes. ഈ QNBCയുടെ ഗസ്റ്റായിട്ട് ഞാൻ വരാനും കാരണം അന്നത്തെ 2 minutes ആണ്. സ്തോത്രം. നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും ഭാരപ്പെട്ട് നടന്ന ഏലപ്പാറയുടെ ലൈഫിനെ ടേൺ ചെയ്യിപ്പിച്ചത് 2 minutes. ഒരു 21 സുവാസ പ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസം രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയിൽ നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്നൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം ഒരു സാധാരണ കുടുംബക്കാരന്റെ മേൽ വന്നപ്പോൾ അവന്റെ റൂട്ട് തേമ്പരാൻ അങ്ങ് ഡൈവേർട്ട് ചെയ്തു. അങ്ങനെ ചില പ്രാർത്ഥനകൾ നിന്റെ അഡ്രസ് മാറ്റും. ചില പ്രാർത്ഥനകൾ നിന്റെ ചരിത്രം മാറ്റും. ചില പ്രാർത്ഥനകൾ നിന്റെ പരാജയത്തെ മാറ്റും. ചില പ്രാർത്ഥനകൾ നിന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. വിശ്വസിക്കാൻ കരുത്തുണ്ടെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രാത്രി, ചേട്ടനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ചേട്ടനിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് മാത്രമല്ല, അവന്റെ ലൈഫ് മൊത്തത്തിൽ എന്ത് ചെയ്തു? മാറി. അറിയാമോ? ദൈവത്തിന്റെ പ്രഭു 135ാമത്തെ വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. മിസ്രൈമിലോട്ട് ചെല്ലുമ്പോൾ ഫറവോൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പിതാവേ അങ്ങേക്ക് എത്ര വയസ്സായി? അയാൾ പറയുന്നുണ്ട്, എൻ്റെ പരദേശ പ്രയാണ യാത്രയുടെ 130ാമത്തെ കൊല്ലം എൻ്റെ പിതാക്കന്മാരുടെ നാളോളം എത്തിയിട്ടുമില്ല. എന്നിട്ട് ഈ മനുഷ്യൻ ഫറവോനെ എന്ത് ചെയ്തു? ബ്ലസ് ചെയ്തു. ഫറവോൻ ആരെന്നറിയോ? ആ കാലത്ത് ഏറ്റവും റിച്ചസ്റ്റ് കൺട്രി, ആ രാജ്യത്തിന്റെ പ്രഭുവാണ്. അബ്രഹാമിന് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം മിസ്രൈമിലോട്ട് ചെന്നു. ഇസഹാക്കിന് ക്ഷാമം ഉണ്ടായപ്പോൾ ഇസഹാക്ക് മിസ്രൈമിലോട്ട് പോകാൻ തുടങ്ങി. യാക്കോബിന് ക്ഷാമം വന്നപ്പോൾ യാക്കോബ് മിസ്രൈമിലോട്ട് പോയി. എന്ന് പറഞ്ഞാൽ അപ്പൻ, മകൻ, കൊച്ചുമകൻ 3 ജനറേഷനിൽ ക്ഷാമം ഉണ്ടായപ്പോ അവര് 3ഉം പോകാൻ തെരഞ്ഞെടുത്ത സ്ഥലമാണ് മിസ്രൈം. മീൻസ് ഇവിടെ ക്ഷാമമാണെങ്കിൽ മിസ്രൈമിൽ എന്തില്ല? ക്ഷാമമില്ല. ആ സമ്പന്ന രാജ്യത്തിലെ രാജാവിനെ ഒരാൾ ബ്ലസ് ചെയ്യണമെങ്കിൽ ആ ബ്ലസ് ചെയ്യുന്നവൻ അയാളെക്കാൾ, അങ്ങനല്ലേ, ഉയർന്നവൻ താണവൻ എന്ത് ചെയ്യുന്നു? അതാ വാക്യം. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു. ഈ റിച്ചസ്റ്റ് കൺട്രിയിലെ കിങ്ങിനെ ഒരാട്ടിടയന് ബ്ലസ് ചെയ്യാൻ പറ്റുമോ? അല്ലേ? ആടുമേച്ച് നടക്കുന്നവനെ, ഒരു രാജ്യത്തിലെ രാജാവിനെ ബ്ലസ് ചെയ്യാൻ പറ്റുമോ? ഒരാട്ടിടയനെ. ഞങ്ങളെല്ലാം ആട്ടിടയന്മാരെന്നാണ് യാക്കോബിന്റെ മക്കൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാം ആട്ടിടയന്മാരാകുന്നു. സ്തോത്രം. ആട്ടിടയൻ എങ്ങനെയാ ഒരു രാജാവിനെ ബ്ലസ് ചെയ്യാൻ പറ്റുക? സ്തോത്രം. പക്ഷേ യാക്കോബ് അയാളെ അനുഗ്രഹിച്ചെന്ന വാക്യം. ഞാൻ ചോദിച്ചു, എങ്ങനെ പറ്റി പാസ്റ്ററെ? ഞാൻ ആടിന്റെ പുറകെ നടന്നവനാ, പക്ഷെ ഒരു കോൺസെൻട്രേറ്റഡ് പ്രയർ എന്നെ ദൈവത്തിന്റെ പ്രഭുവാക്കി മാറ്റി. ഹല്ലേലൂയ. ശമന ഹന്തർചനാദന. ചില പ്രാർത്ഥനകൾ നിന്റെ അഡ്രസ്സിനെ മാറ്റും. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അല്പ നിമിഷം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ അല്പ നിമിഷം ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് നിന്റെ രോഗബന്ധനം അഴിക്കും. നിന്റെ പരാജയങ്ങൾ മാറ്റും. നിന്റെ കുടുംബ പരാജയം മാറ്റും. നിന്റെ തലമുറയുടെ പരാജയത്തെ മാറ്റും. പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ആ പ്രാർത്ഥന കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോയപ്പോൾ സംഭവിച്ച കാര്യമാണ് നമ്മൾ വായിച്ച്. കൊത്തിക്കൊല്ലുമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ട് വസ്തുവകക്ക് 2 ഗ്രൂപ്പാക്കി മാറ്റി കൂട്ടം കൂട്ടമായിട്ട് തിരിച്ച് ചേട്ടനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, ചേട്ടനെ സ്വാധീനിക്കാൻ വേണ്ടി നന്മകൾ മൊത്തം കൊണ്ടു കൊടുത്ത ആ സംഭവം, അതിന്റെ പരിണിത ഫലം നോക്കും. എന്താന്ന്? ചേട്ടൻ കുത്തിക്കൊന്നില്ല. പിന്നെ ദൂരവേ കണ്ടപ്പോഴേ ഒരൊറ്റ കരച്ചിലായിരുന്നു.
എടാ, കുത്താൻ വാൾ കൊണ്ട് വന്നവന്റെ ഉള്ളം സങ്കടം കൊണ്ട് നിറയാൻ കാരണം ഈ മനുഷ്യന്റെ കോൺസെൻട്രേറ്റഡ് പ്രയറാണ്. അവര് കരഞ്ഞു, ദൂരവേ കണ്ട് കരഞ്ഞു. അവര് കെട്ടിപ്പിടിച്ചു, ഒരാലിംഗനം ചെയ്തു, രണ്ടുപേരും കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം, ഇതൊക്കെ ആരാ? എനിക്ക് ദൈവം തന്ന ദാനമാ, പിള്ളേരാ. ഓക്കെ, നീ വീട്ടിലോട്ട് എന്ത് ചെയ്യണം? വീട്ടിലോട്ട് വരണം. കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ബാ വീട്ടിൽ പോയിട്ട് അതിലേ അങ്ങ് പോകാം. യാക്കോബ് പോയില്ല, അത് വേറെ കാര്യം. പക്ഷേ യാക്കോബിനെ അയാൾ എന്ത് ചെയ്തു? വിളിച്ചു. എന്റെ ചോദ്യം, ഈ മാറ്റത്തിന്റെ കാരണം അറിയാമോ? അതാണ് ഫെയ്ത്ത് വർദ്ധിക്കട്ടെ, കോൺസെൻട്രേറ്റഡ് വർദ്ധിക്കട്ടെ, വിശ്വാസ ശ്രദ്ധ വർദ്ധിക്കട്ടെ, ഏകാഗ്രത വർദ്ധിക്കട്ടെ. ഈ മാറ്റത്തിന്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, അതാണ് പ്രയർ. ശ്രദ്ധയുടെ പ്രാർത്ഥന, ശ്രദ്ധയുടെ വാല്യൂ, ശ്രദ്ധ. ഹല്ലേലൂയ. 3 മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ 1 മണിക്കൂർ ശ്രദ്ധിക്കാൻ പറ്റിയാൽ ആ 1 മണിക്കൂറിന്റെ റിസൾട്ട് നാം ചിന്തിക്കുന്നതിലും അപ്പരമായിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ ആ കാര്യങ്ങളെ ഒരുമിച്ച് അടിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. എവരിബഡി ശമന ഹംദർജനാഥന ശക്തിയോടെ ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്തേ. ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളവരുടെ ലൈഫിനകത്തെല്ലാം ഏകാഗ്രതയുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. നിന്റെ നീറുന്ന വേദനകൾ, നിന്റെ ഭാരങ്ങൾ, അതെത്ര ഉന്നതമാണെങ്കിലും പരിഹരിക്കാൻ ദൈവം വിശ്വസ്തൻ. ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ചേ. എവരിബഡി ക്ലോസ് യുവർ ഐസ്. ഈ ഫ്രൈഡേ ദൈവം നമ്മളെ കേൾപ്പിച്ച ഈ കൊച്ചു പ്രസംഗത്തിന്റെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലകരമാണ്. നിന്റെ തലമുറയുടെ വിഷയത്തിൽ ഫലകരമാണ്, നിന്റെ കുടുംബ വിഷയത്തിൽ ഫലകരമാണ്, നിന്റെ ബിസിനസ്സിൽ ഫലകരമാണ്. ഓ സ്തോത്രം. നിന്റെ ജോലിയിൽ ഫലകരമാണ്, നിന്റെ ആരോഗ്യത്തിൽ അത് ഫലകരമാണ്. ഇന്ന് പകലിൽ ആ പ്രാർത്ഥന ശക്തിയോട് മുമ്പോട്ട് പോകാൻ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഒരുമിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു നൽകിയ നല്ല സമയത്തിന് നന്ദി. സണ്ണിച്ചാനെയും പ്രിയമാമേനെയും റിജോയ്സല്ല എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം. എബി പാസ്റ്റർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ടിമച്ചാനെയും സുജാൻ്റെയും ഞങ്ങൾ ഓർക്കും. ലിജുവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. നൽകുന്ന നല്ല നല്ല അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ സഭയെ ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു സോ മച്ച്.